ഭാരതപ്പുഴയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെയുള്ള ഭാഗത്താണ് സംഭവം. കുടിവെള്ള സ്രോതസ്സിൽ കന്നുകാലികൾ ചത്തുപൊങ്ങിയതോടെ ആശങ്കയിലാണ് ജനങ്ങൾ. ആശങ്ക പരത്തി ഭാരതപ്പുഴയിൽ കന്നുകാലികൾ ചത്തുപൊങ്ങി. പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെയുള്ള വിവിധ ഭാഗങ്ങളിലായാണ് കന്നുകാലികളുടെ അഴുകിയ ജഡം പൊങ്ങിയത്. 7ഓളം ജഡങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പുഴയിൽ കന്നുകാലികളുടെ ജഡം കണ്ടത്. അറവിനായി കൊണ്ടുവരുന്ന ഇവറ്റകളെ കച്ചവടക്കാർ പുഴയിൽ ഇറക്കി വിടുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇത് തൃത്താല അത്താണി എന്ന ഭാഗമാണ്, പോടവക്കിനാണ്. ഇവിടെ 2-3 ദിവസമായി ഒരു സ്മെല്ല് വരുന്നു. അതിനെപ്പറ്റി ഞങ്ങൾ പുഴയിലിറങ്ങി നോക്കുമ്പോഴാണ് പോത്തിൻ്റെ ശവം കണ്ടത്. അത് ഈ പരിസരം, ഇത് കുടിവെള്ളമാണ്. കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയാണ് ഇത്. അതിലൊരു പോത്തിൻ്റെ ശവം വന്നു. അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ 2 പോത്ത് നമ്മുടെ വെള്ളിയാങ്കൽ ഷട്ടറിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് വന്നിരിക്കുന്നത് പട്ടാമ്പി ഭാഗത്താണെന്നാണ് അറിയാൻ സാധിച്ചത്. അവിടെ എന്തോ നിർമ്മാണ മേഖല ഉണ്ട്, ആ മേഖലയിൽ കുടുങ്ങിയിട്ടാണ് ഈ പോത്ത് ചത്തിരിക്കണമെന്നാണ് പറയണത്. തൃത്താല അത്താണി ഭാഗത്താണ്, ഭാരതപ്പുഴ തീരത്താണ്. എൻ്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെ 2 ദിവസമായിട്ട് ഒരു പ്രത്യേക സ്മെല്ല് വന്നപ്പോൾ ഞങ്ങൾ സ്നേഹിതന്മാരെല്ലാം കൂടിയിട്ട് അത്താണി ഭാഗത്ത് ഞങ്ങൾ തിരഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു പോത്ത് ചത്തിട്ട് കംപ്ലീറ്റ് പുഴുവും ഇതൊക്കെ അരിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കിടക്കുന്നത് ഒരു കുടിവെള്ള പദ്ധതിയാണ് നമ്മളെ ഭാരതപ്പുഴ. അവിടുന്ന് വെള്ളം അടിച്ച് പോകുന്ന ഇതിൽ നിന്നാണ് ഈ സംഭവം കൂടി ഉള്ളത്. അപ്പോൾ അതൊന്ന് അധികൃതർ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതൊന്ന് അതിൻ്റെ വേണ്ട നടപടി ഒന്ന് ചെയ്തു തരാം. ദിവസങ്ങളോളം പഴക്കമുള്ളതും പുഴുവരിച്ച നിലയിലുമാണ് ജഡങ്ങൾ വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തിയത്. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലേക്കും തൃശൂർ ജില്ലയിലെ പാവറട്ടി, ഗുരുവായൂർ ഭാഗത്തേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതികൾക്ക് സമീപം പോത്തുകൾ ചത്തുപൊങ്ങിയത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. കന്നുകാലികൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം. NCV ന്യൂസ്, തൃത്താല.